കണ്ണൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകന് ദാരുണാന്ത്യം. പാനൂർ വള്ളിയായി സ്വദേശി ശ്രീധരനാണ് മരിച്ചത്. ചെണ്ടയാട്ടെ കൃഷിയിടത്തിലാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ കാട്ടുപന്നി ശല്യമുള്ള മേഖല തന്നെയായിരുന്നു അത്? ഈ ദാരുണ സംഭവം ഉണ്ടായത് എങ്ങനെയാണ് അരുൺ? ഇതിനു മുമ്പും കാട്ടുപന്നിയുടെ ശല്യമുള്ള ഒരു പ്രദേശം തന്നെയാണ് പാനൂർ വള്ളിയായി സ്വദേശി ശ്രീധരൻ. 70 വയസ്സുള്ള ശ്രീധരനാണ്. കർഷകനാണ്. ശ്രീധരനാണ് ഇപ്പോൾ ഈ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വള്ളിയാടിയാണ് സ്വദേശമെങ്കിലും ചെണ്ടയാട്ടാണ് ഈ ശ്രീധരന്റെ കൃഷിയിടം ഉണ്ടായിരുന്നത്. അവിടെ രാവിലെ കൃഷി പണിക്ക് വേണ്ടി പോയതാണ്. അതിനിടെയാണ് ഈ പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായി കാട്ടുപന്നി കൃഷിയിടത്തിലേക്ക് കുതിച്ചെത്തുകയും ഈ ശ്രീധരനെ ആക്രമിക്കുകയും ചെയ്തത്. ദേഹമാസകലം ഗുരുതരമായി പരിക്കേറ്റ് ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു ശ്രീധരൻ ആ കൃഷിയിടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് പ്രദേശവാസികൾ അത് ശബ്ദം കേട്ട് അങ്ങോട്ട് ഓടി വരികയും തലശ്ശേരിയിലെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചു എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കർഷകനെയാണ് കൃഷിയിടത്തിൽ വെച്ച് തന്നെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഇപ്പോൾ ഈ മരണം സംഭവിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് കാട്ടുപന്നിയെ അവിടെ കണ്ടിട്ടുണ്ട്. കാട്ടുപന്നി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്, ഒരു പ്രദേശമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അവിടെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതായത് വളരെ ക്രൂരമായ ഇത്തരം ആക്രമണങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മൾ അവിടെ നിന്ന് പ്രാദേശികമായി മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കർഷകന്റെ ഈ മരണം സംഭവിച്ചിരിക്കുകയാണ്. രാവിലെ കൃഷിയിടത്തിൽ ജോലിക്കും മറ്റുമായി എല്ലാ ദിവസവും ഈ ശ്രീധരൻ ഇങ്ങനെ പോകുന്നതാണ്. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെയും അതിരാവിലെ തന്നെ അവിടെ എത്തി കൃഷി പണി തുടങ്ങുന്നതിനിടെയാണ് വളരെ പെട്ടെന്ന് ഈ കാട്ടുപന്നി കൃഷിയിടത്തിലേക്ക് എത്തിയത്. കാട്ടുപന്നിയുടെ കുത്തേറ്റ് ദേഹമാസകലം ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു ശ്രീധരൻ ആദ്യം കണ്ടെത്തിയതെന്നാണ് അവിടെ പ്രാദേശികമായ നാട്ടുകാരൊക്കെ പറയുന്നത്. പിന്നീട് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷപ്പെടുത്താൻ എന്തായാലും സാധിച്ചില്ല. ഇപ്പോൾ മൃതദേഹം തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലാണ് ഉള്ളത്. എന്തായാലും നമുക്കറിയുന്ന പോലെ ആറളത്ത് ഒരു 5 ദിവസം മുമ്പാണ് കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഇപ്പോൾ 5 ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വന്യ മൃഗ ആക്രമണത്തിൽ ഒരു കർഷകന്റെ കൂടി ജീവൻ നഷ്ടമാകുന്നു എന്നുള്ളത് വളരെ ദാരുണമാണ്, സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. എന്തായാലും 70 വയസ്സുള്ള ശ്രീധരൻ, കർഷകനായിട്ടുള്ള ശ്രീധരനാണ് ഈ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിലവിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നിലവിൽ മൃതദേഹം തലശ്ശേരിയിലെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടാണുള്ളത്. ഈ കാട്ടുപന്നി കുത്തിയ ഉടനെ ഈ ശ്രീധരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ യഥാസമയത്ത് കഴിഞ്ഞിരുന്നോ അരുൺ? ആ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായി ശബ്ദം കേട്ടാണ് തൊട്ട് സമീപവാസികളൊക്കെ അങ്ങോട്ട് ഓടിയെത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അപ്പോഴേക്കും തന്നെ ഗുരുതരമായി, അതായത് ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു. അദ്ദേഹത്താകെ ഈ കാട്ടുപന്നിയുടെ കുത്തേറ്റിട്ടുണ്ട് എന്നതാണ് നമുക്ക് അവിടുന്ന് പ്രാദേശികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ആശുപത്രിയിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചു. പക്ഷേ അതിനിടെ തന്നെ ആശുപത്രിയിൽ എത്തുമ്പോഴേക്ക് തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നതാണ്. ആശുപത്രിയിൽ ശ്രീധരനെ എത്തിച്ചപ്പോൾ തന്നെ ഡെത്ത് കൺഫേം ചെയ്തു എന്നാണ് ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അത്ര വലിയൊരു ആക്രമണം തന്നെയാണ് കാട്ടുപന്നിയുടെ ആക്രമണം അത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഇതിനു മുമ്പ് അവിടെ അതിരാവിലെയൊക്കെ പോയി കൃഷിപ്പണിയിലൊക്കെ ഏർപ്പെടുന്ന ആളാണ് ശ്രീധരൻ. പക്ഷെ ഇതിനു മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതാദ്യമായാണ് കാട്ടുപന്നിയുടെ ആക്രമണമൊക്കെ ഉണ്ടാകുന്നത് ആ പ്രദേശത്ത്. അതായത് അവിടെ ഒരു 4 മീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ കാട്ടുപന്നിയെ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. കർഷകർ തന്നെ ഈ കാട്ടുപന്നിയെ ഇപ്പോൾ കിഫ നേതാവ് ശ്രീ അലക്സ് ഒഴികയിൽ ചേരുന്നുണ്ട്. ശ്രീ അലക്സ് ഒഴികയിൽ കടുവ, കാട്ടാന, കാട്ടുപോത്ത്, വിഷപ്പാമ്പ്, കാട്ടുപന്നി, ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന മരണം കാട്ടുപന്നി ആക്രമണത്തിൽ പാനൂർ സ്വദേശി ശ്രീധരൻ കൊല്ലപ്പെട്ടതാണ്. ഇത് അവസാനത്തെ ആയിരിക്കും എന്ന് നമുക്ക് പറയാനേ കഴിയില്ല ദൗർഭാഗ്യവശാൽ. ശ്രീ അലക്സ് ഒഴികയിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാമെങ്കിലും. അതെ, തീർച്ചയായിട്ടും ഇത് അവസാനത്തേതല്ല എന്നുള്ള യാതൊരു സംശയം വേണ്ട. എന്ന് മാത്രമല്ല ആറളത്ത് ഇപ്പം കാശ്മീർക്ക് അറിയാലോ, കഴിഞ്ഞ ആഴ്ച ആറളത്ത് 2 പേരെ ആന ആക്രമിച്ചു കൊന്ന അതേ ആറളം ഫാമിൽ ഇന്നലെ മറ്റു 2 ആദിവാസികളെ കൂടെ ആന ആക്രമിച്ചിട്ടുണ്ട്. അവർ 2 പേരും ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലാണ്. അവര് ജീവനോടെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, കാട്ടുപന്നി ഇപ്പൊ പാനൂർ പ്രദേശത്ത് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. പാനൂർ എന്ന് പറയുന്നത് വനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മേഖലയാണ്. പാനൂരിൽ നിന്ന് ഏറ്റവും വലിയ 15 കിലോമീറ്റർ 20 കിലോമീറ്റർ അകലെയാണ് വനം. അപ്പോൾ ഈ തീരെ മലയോര പ്രദേശമെന്നോ വനാതിർത്തിയെന്നോ ഇടനാടെന്നോ
ടൗണെന്ന വ്യത്യാസമില്ലാതെ ഈ കാട്ടുപന്നി എന്ന് പറയുന്നത് ഒരു വളരെ വലിയ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് അടിയന്തരമായിട്ട് ഇതിനെ ഏത് വിധേന നേരിടാനുള്ള അവകാശം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. കേരള ഹൈക്കോടതിയിൽ കിഫ കൊടുത്ത ഒരു കേസിൽ ഓൾറെഡി ഒരു ഇൻട്രീം ഓർഡർ വിധിയുണ്ട്. അൺകണ്ടീഷണൽ ആയിട്ട് ഞങ്ങൾ 6 പേരാണ് കേസ് കൊടുത്തത്. ആ 6 പേർക്ക് അൺകണ്ടീഷണൽ ആയിട്ട് ഏത് മാർഗ്ഗം ഉപയോഗിച്ചും പന്നിയെ കൊല്ലാനുള്ള ഉത്തരവുണ്ട്. ആ ഒരു ഉത്തരവ് സംസ്ഥാന വ്യാപകമാക്കി ഇറക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് ഉത്തരവിടാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇതിന് അൺകണ്ടീഷണൽ ആയിട്ട് കൊല്ലാനുള്ള, അതായത് വനത്തിന് വെളിയിൽ റവന്യൂ ഭൂമിയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ അൺകണ്ടീഷണൽ ആയിട്ട് ആർക്കും എങ്ങനെയും കൊല്ലാനുള്ള അവകാശം കൊടുക്കുക എന്ന് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. ആ ഒരു നടപടിയിലേക്ക് അടിയന്തരമായി സർക്കാർ പോകണമെന്നാണ് താങ്കൾ നേരത്തെ പറഞ്ഞ ആറളത്തെ ആ 2 കാട്ടാനാക്രമണത്തിന്റെ കൊലപാതകം ആകുമ്പോഴേക്കും കാട്ടാനക്കലിയിൽ മാത്രം കൊല്ലപ്പെട്ടത് ഈ വർഷം 18 പേരാണ്. കാട്ടുപന്നി ആക്രമണത്തിൽ 63 പേരാണ്. കടുവയാക്രമണത്തിൽ 11 പേരാണ്. കാട്ടുപോത്തിന്റെ കൊമ്പിൽ 10 പേരാണ്. എന്ന് പറഞ്ഞാൽ ഈ കണക്ക് കണ്ടാൽ നമുക്ക് ഞെട്ടലുണ്ടാക്കും. എന്നാൽ ആ ഞെട്ടലുണ്ടാക്കുന്ന കണക്കിന് ആനുപാതികമായി നടപടികൾ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അലക്സ് ഒഴികയിൽ ഇല്ല, നടപടികളില്ല. ഇല്ല, നടപടിയില്ല. ഇപ്പൊ ഇന്നലെ തന്നെ ആറളം ഫാമിൽ അവർ ആർപ്പാട് ചെയ്യുന്ന അടിക്കാട് വെട്ടലാണ്. അടിക്കാട് വെട്ടൽ കൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ല. ഞങ്ങൾ ഇന്നലെ പറഞ്ഞു, ഞങ്ങൾ കിഫ മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട്, വിസ്റ്റ ക്ലിയറൻസ് എന്ന് പറയുന്നത്. 100 മീറ്റർ വീതിയിലെങ്കിലും അടിയന്തരമായിട്ട് വനാതിർത്തികൾ തെളിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ വിസിബിലിറ്റിയുടെ പ്രശ്നം കുറയും. ഇപ്പം കടുവ, കുരങ്ങ് അടക്കമുള്ള ജീവികൾ ഈ പറയുന്ന തെളിച്ചിട്ട സ്ഥലത്ത് വരില്ല. പക്ഷെ ആന പിന്നെയും വരും. അപ്പൊ ആനയെ നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആനമതിലുമായി ബന്ധപ്പെട്ടിട്ട് 3 മാസം കൊണ്ട് ആനമതിൽ പൂർത്തീകരിക്കുമെന്നാണ് വനം മന്ത്രി ശശീന്ദ്രൻ ആറളത്ത് വന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ യാതൊരു, ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു ആ ഉറപ്പ് നൽകിയിട്ട് യാതൊരു നടപടിയും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് ഇങ്ങനെ ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആളുകൾക്ക് നമ്മുടെ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ആളുകൾ നിയമം കയ്യിലെടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ അത് വളരെ വലിയ രീതിയിൽ അരാജകത്വത്തിലേക്ക് വഴിതെളിക്കും. അതുണ്ടാകാതെ നോക്കേണ്ടത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ടാണ് ഇവർ ചെയ്യാത്തത്? നിയമപരമായി യാതൊരു തടസ്സവുമില്ലല്ലോ. കാട്ടുപന്നി എന്ന് പറയുന്ന കാട്ടുപന്നി എന്ന ജീവി യാതൊരുവിധ പാരിസ്ഥിതിക പ്രാധാന്യമില്ലാത്ത ജീവിയാണ്. IUC ലീസ്റ്റ് കൺസേൺ വിഭാഗത്തിൽപ്പെട്ട സാധനമാണ്. അതിനെ ഏത് വിധേനയും കൊല്ലാനുള്ള അവകാശം ജനങ്ങൾക്ക് കൊടുത്താൽ എന്താണ് പ്രശ്നം? ആകാശം ഇടിഞ്ഞു വീഴുവോ? പരിസ്ഥിതിക്ക് എന്ത് പ്രശ്നം ഉണ്ടാകുന്നത്? അതുപോലും ചെയ്യാൻ നിലവിൽ സർക്കാരിന്റെ കയ്യിലുള്ള, സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ വെക്കുന്ന കാര്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ പെർമിഷൻ പോലും വേണ്ട. പിന്നെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചോദ്യം, ഹാഷ്മി. യെസ്, അത് ചോദ്യമാണ്. അതെല്ലാ കാലവും ഉയരുന്ന ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ കാട്ടുപന്നി ഈ പാനൂർ എന്ന് പറയുന്ന സ്ഥലം വനവുമായി കുറേ അധികമുള്ള സ്ഥലമാണ്. അത് മാത്രമല്ല, ഇപ്പം നമുക്കൊക്കെ അറിയാം, ഈ കാടുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇത്ര നാളും അത്തരത്തിൽ കാട്ടുപന്നി കണ്ടിട്ട് പോലും ഇല്ലാത്ത മേഖലകളിലൊക്കെ രാക്കാലങ്ങളിലൊക്കെ ഒരുപാട് പന്നിക്കൂട്ടങ്ങൾ ഇറങ്ങുന്ന ഒരുപാട് വാർത്തകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ശാശ്വത പരിഹാരം? ഉപാധികളില്ലാതെ അതിനെ വെടിവെച്ച് കൊല്ലാൻ അനുവാദം കൊടുക്കലാണോ? അതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? കാര്യം ആളുകൾ ഇങ്ങനെ ഇനിയും മരിച്ചു പോകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല.